ഗുഡ് മോർണിംഗ് ടു എവരിബഡി. ഈ മാസത്തെ മീറ്റിംഗ് നമുക്ക് ഫസ്റ്റ് റെക്കമെൻഡേഷൻസോടെ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഈ മാസം നമ്മൾ കൊടുത്തിരിക്കുന്നത് ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന REC ആണ്. അറിയുന്ന ഒരു പവർ ഫിനാൻസ് കമ്പനിയാണ്. അപ്പോൾ കൂടുതലും സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിനാണ് ലെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഗവൺമെൻറ് ഗ്യാരണ്ടീഡ് ഉണ്ട് ലെൻഡിങ്ങിന്. ഈ സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡൊക്കെ ഒരുപാട് പ്രോബ്ലത്തിലായിരുന്നു, എല്ലാം കടത്തിലായിരുന്നു. അതുകൊണ്ട് റീപേയ്മെൻറ്റ് വളരെ സ്ലോ ആയിരുന്നു. ഈ ഗവൺമെൻറ് ഈ ഉദയ് സ്കീം വഴി ഈ ഡെറ്റൊക്കെ ബോണ്ടാക്കി കൺവേർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ കുറച്ച് റീപേയ്മെൻ്റ് ഒക്കെ നല്ല രീതിയിൽ വരുന്നുണ്ട്. അപ്പോൾ ഫിനാൻഷ്യൽ പൊസിഷൻ RECയുടെ നല്ല ബെറ്റർ ആണ്. അപ്പോൾ കഴിഞ്ഞ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 90-ലൊക്കെ ഒരു 3 months മുമ്പേ ഉണ്ടായിരുന്നു. കുറച്ച് നല്ല റാലി വരുന്നുണ്ട്. അതുപോലെ ഈ ബഡ്ജറ്റിൽ പൊതുവെ പവർ സെക്ടറിന് ഒരു ബൂസ്റ്റ് കാണുന്ന ഒരു സോപ്സ് എന്തെങ്കിലുമൊക്കെ കാണുന്ന ഒരു പ്രതീക്ഷയുണ്ട്. അതുകൊണ്ടാണ് ഈ പവർ സെക്ടർ സ്റ്റോക്സൊക്കെ കഴിഞ്ഞ 1 വീക്കായിട്ട് കുറച്ച് റാലി ചെയ്യുന്നുണ്ട്. വാല്യുവേഷൻ വെച്ച് നോക്കിയാലും സിംഗിൾ പിയിലാണ് ട്രേഡ് ചെയ്യുന്നത്. ബുക്ക് വാല്യൂ തന്നെ ഓൾമോസ്റ്റ് 160 ഉണ്ട്. പിന്നെ ഹൈ ഡിവിഡൻഡ് പേയിങ് കമ്പനിയാണ്. ഈ ബോണസിന് മുമ്പ് കഴിഞ്ഞ വർഷം 17 rupees കൊടുത്തിട്ടുണ്ട്. 17 rupees 10 paise രണ്ട് ഡിവിഡൻഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നോക്കിയാലും ഓൾമോസ്റ്റ് ഒരു 9 rupees പ്രാവശ്യം ഡിവിഡൻഡ് കൊടുക്കാവുന്ന നല്ല ഡിവിഡൻഡ് ഈൽഡുള്ള ഒരു കമ്പനിയാണ്. ഷോർട്ട് ടൈമിലും നല്ലൊരു മൊമെൻറ്റം ഉണ്ട്, നമുക്ക് ഈ ലെവലിൽ മേടിക്കാവുന്നതാണ്. പിന്നെ നോക്കുകയാണെങ്കിൽ അരവിന്ദ്, ഇത് ഒന്നാമത്തെ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഒന്നാമത്തെ ഓൾഡസ്റ്റ് ടെക്സ്റ്റൈൽസ് കമ്പനിയാണ്. ഇപ്പോൾ ഇവർ കൂടുതലും ഈ ബ്രാൻഡഡ് ഔട്ട്ലെറ്റിലോട്ട് പോകുന്നുണ്ട്. അരവിന്ദിൻ്റെ തന്നെ അവരുടെ ബ്രാൻഡഡ് ആയിട്ടുള്ള ഷോറൂംസൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു പ്രൈവറ്റ് ഇക്വിറ്റി ഫേമിന് നല്ല രീതിയിൽ ഒരു സ്റ്റേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ഷെയർസ്. നല്ല ക്യാഷ് വന്നിട്ടുണ്ട്. അത് വെച്ച് കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്, ഗ്രോത്ത് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. അവരുടെ ഔട്ട്ലെറ്റ്സൊക്കെ കൂടുതൽ ഡെവലപ്മെൻറ്റോട്ട് വരുന്നുണ്ട്. പിന്നെ ട്രിവാൻഡ്രത്തിൽ നോക്കിയാൽ 2-3 എക്സ്ക്ലൂസീവ് ഔട്ട്ലെറ്റ്സ് വന്നു കഴിഞ്ഞു. പിന്നെ അതുപോലെ ഫോറിൻ ബ്രാൻഡിൻ്റെയൊക്കെ ഇന്ത്യയിൽ ലൈസൻസ് എടുത്ത് വിൽക്കുന്നുണ്ട്, റെഡിമെയ്ഡ് ഗാർമെൻറ്റ്സ് ഒക്കെ. നല്ലൊരു ഫണ്ടമെൻ്റലി നോക്കിയാൽ നല്ല പ്രോഫിറ്റ് കൊടുക്കുന്ന ഒരു കമ്പനിയാണ്. നമുക്ക് നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് ടെക്സ്റ്റൈൽ ഷെയർസ് എടുത്താലും ഏറ്റവും കൂടുതൽ ഫസ്റ്റ് ഏതെങ്കിലും ഒരു പോസിറ്റീവ് ന്യൂസ് വന്നാലും ഫസ്റ്റ് ഒരു ഗ്രോത്ത് റൈസ് കാണിക്കുന്നത് പ്രൈസിൽ അരവിന്ദായിരിക്കും. ഒരു ഷോർട്ട് ടൈമിൽ നല്ലൊരു പോസിറ്റീവ് വരാറുണ്ട്. കാരണം ടെക്സ്റ്റൈൽ സെക്ടറൊക്കെ ഈ ഡിമോണിറ്റൈസേഷൻ വന്നിട്ട് വളരെ ഡൗൺ ആയതുകൊണ്ട് ടെക്സ്റ്റൈൽ സെക്ടറിലും ആൾക്കാർ കൂടുതൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ബഡ്ജറ്റിൽ എന്തെങ്കിലും ഒരു രീതിയിൽ ടാക്സ് ബെനിഫിറ്റ്സോ അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റൈൽ സെക്ടറിന് ബൂസ്റ്റ് കിട്ടാനായിട്ട് എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അതും ഒരു ഷെയറാണ്, നമുക്ക് ഈ ലെവലിൽ മേടിക്കാവുന്നതാണ് ഇപ്പോൾ കറണ്ട് ടൈമിൽ. പിന്നെ നമുക്ക് മേഘമണി ഓർഗാനിക്സ് ആണ്. ഇത് പിഗ്മെൻറ്റ്സ് ആൻഡ് പെസ്റ്റിസൈഡ്സ് കമ്പനിയാണ്. നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് ഒരു 1 year ആയിട്ട് നോക്കുകയാണെങ്കിൽ സ്പെഷ്യാലിറ്റി കെമിക്കൽസ് സെക്ടേഴ്സൊക്കെ നല്ലൊരു മൊമെൻ്റം ഉണ്ട്, നല്ല അപ്രിസിയേഷൻ ഉണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഒരു സെക്ടറിൽ 70 മറ്റേതിൽ 50% ഇവർ എക്സ്പോർട്സ് ആണ്. അപ്പം എക്സ്പോർട്ട് സെക്ടറിൽ ഇപ്പം അതർ എക്സ്പോർട്ടിംഗ് സെക്ടർ ഫാർമ IT കുറച്ച് ഡള്ളായപ്പോൾ ഇതുപോലത്തെ എക്സ്പോർട്ടിംഗ് സെക്ടറിലാണ് ഇപ്പോൾ കൂടുതൽ ബൈയിങ് വരുന്നുണ്ട്. ഈ പല ഫണ്ട്സും അതുപോലെ HNI ക്ലയൻസ് കൂടുതൽ ബൈ ചെയ്യുന്നത് ഇതുപോലത്തെ ഒരു എക്സ്പോർട്ടിംഗ് സെക്ടറാണ്. കാര്യം നിങ്ങൾക്ക് അറിയുന്ന പോലെ കെമിക്കൽ ഇൻഡസ്ട്രീസ് കൂടുതലും ഇന്ത്യക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഈ ചൈന അവിടെ എൻവയോൺമെൻറ്റ് കൺസേൺ ഉള്ളതുകൊണ്ട് ഈ കെമിക്കൽ ഇൻഡസ്ട്രിയിൽ കൂടുതൽ ഷട്ട് ഡൗൺ വരുന്നുണ്ട് പൊള്യൂഷൻ കാരണം. അപ്പോൾ അത് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ചെയ്യുന്നത് ഇന്ത്യക്കാണ്. അപ്പോൾ അതിൽ തന്നെ നല്ലൊരു കമ്പനിയാണ് ഈ മേഘ്മണി ഓർഗാനിക്സ്, നമുക്ക് മേടിക്കാവുന്നതാണ്. പിന്നെ വേറൊരു പോസിറ്റീവ് എന്ന് പറയുമ്പോൾ ഈ ഷുഗർ സെക്ടറും കഴിഞ്ഞ ഒരു 1 year ആയിട്ട് നല്ല അപ്രിസിയേഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇടയ്ക്ക് ഷുഗർ സെക്ടർ നല്ല ഇൻ്റർനാഷണൽ പ്രൈസ് വളരെ ഹൈ പോയിട്ട് ഒരു ചെറിയ കറക്ഷൻ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ തിരിച്ച് ആ പ്രൈസ് സ്റ്റേബിൾ ആയിട്ടുണ്ട്. ഇപ്പോൾ ഇന്ത്യൻ പ്രൈസും അറിയാവുന്നത് ഇന്ത്യൻ ഷുഗർ പ്രൈസും കുറച്ച് കൂടിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഇമ്പോർട്ട് ഡ്യൂട്ടി ഉണ്ട് ഈ ഷുഗർ സെക്ടറിന്. അപ്പം പ്രൈസ് കൺട്രോളിന് ചിലപ്പോൾ ഇമ്പോർട്ട് ഡ്യൂട്ടി എടുത്ത് കളയുന്ന ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ UPയിൽ ഇലക്ഷൻ അനൗൺസ് ചെയ്തുകൊണ്ട് അതിനുള്ള ചാൻസ് കുറവാണ്. കാര്യം എന്തെങ്കിലും ആ ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റ് ലെവലിൽ ഒരു കൂടുതൽ റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു ഡിസിഷൻ വരാൻ സാധ്യത കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തിരിച്ചൊരു ഷുഗർ സെക്ടറിൽ കഴിഞ്ഞ 1 week ആയിട്ട് റാലി വരുന്നുണ്ട്. അപ്പോൾ ഇമ്പോർട്ട് ആ ഡ്യൂട്ടി ഗവൺമെൻറ് എടുത്ത് മാറ്റിയില്ലെങ്കിൽ ഇനിയും ഇതൊരു റാലി ചെയ്യാൻ സാധ്യതയുള്ള ഒരു സെക്ടറാണ്. അതിൽ നല്ല ഫണ്ടമെൻ്റലായിട്ടുള്ള ഒരു ഷെയറാണ് ബാംബു ഷുഗർ. കാര്യം ഇതൊക്കെ മുമ്പ് വളരെ ലോ പിയിൽ ഇരുന്നാണ്. ഇപ്പോഴും നോക്കുകയാണെങ്കിലും 6 Pയിലൊക്കെ ട്രേഡ് ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ള ഷുഗർ കമ്പനീസൊക്കെ UP അല്ലാത്ത ഷുഗർ കമ്പനീസിനൊക്കെ ഔട്ട്ലുക്ക് വളരെ മോശമാണ്. കാരണം തമിഴ്നാട് അതുപോലെ മഹാരാഷ്ട്രയിലൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കഴിഞ്ഞ വർഷം നല്ല ഡ്രൗട്ട് ഉണ്ടായിരുന്നു. പിന്നെ മൺസൂൺ സൗത്ത് ഇന്ത്യയിൽ വളരെ വീക്കായിരുന്നു. ഇപ്പോൾ UPയിലാണ് നല്ല മൺസൂൺ വന്നിട്ടുണ്ട്. പിന്നെ ഈ ഇലക്ഷൻ കൂടെ വന്ന സ്ഥിതിക്ക് അവിടുത്തെ ആ ഷുഗർ സെക്ടർ പൊതുവെ പോസിറ്റീവാണ്, നമുക്കത് മേടിക്കാവുന്നതാണ്. നമുക്ക് നോക്കുകയാണെങ്കിൽ വിന്ധ്യ ടെലിലിങ്സ് എന്ന് പറഞ്ഞ കമ്പനിയാണ്. ഈ പൊതുവെ ഈ കേബിൾസ്, ഈ ടെലികോം കേബിൾസ് ചെയ്യുന്നുണ്ട്. കാര്യം ഈ ഡിജിറ്റൽ ഇന്ത്യയുടെ ഏറ്റവും വലിയൊരു സെക്ടറാണ് ഈ ഫൈബർ ഓപ്റ്റിക്കൽ കേബിളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്നതും അതുപോലത്തെ ഓൾ ഇന്ത്യയിലുള്ള ആ ഒരു ഡിജിറ്റൽ എക്കണോമി വരുന്ന ഇൻ്റർനെറ്റ് അതുപോലത്തെ സർവീസസ് ഒക്കെ കൊണ്ടുവരുന്നതിനുള്ള
ഒരു ഗവൺമെൻറ് പുഷുണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ IAP ഡേറ്റ വളരെ വോളട്ടൈലായാലും കഴിഞ്ഞ IAP ഡേറ്റ 6% ഉണ്ടായിരുന്നു. അതിൻ്റെ മെയിൻ പറയുന്ന ഈ കേബിൾ ആൻഡ് OS ഏതോ 18% ആ ഒരു സെക്ടറിൽ ഗ്രോത്ത് ഉണ്ടെന്നാണ്. പക്ഷേ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് എടുത്തില്ലെങ്കിലും നല്ലൊരു ഗ്രോത്ത് ആ സെക്ടർ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഈ കേബിൾ ആൻഡ് OS ആ സെക്ടർ നല്ല പെർഫോം ചെയ്യുന്നുണ്ട്. വലുതായിട്ട് എഫക്റ്റ് ചെയ്തിട്ടില്ല ഡിമോണിറ്റൈസേഷനൊക്കെ. അപ്പോൾ ഗവൺമെൻറ് ഈ ഡിജിറ്റൽ ഇന്ത്യ പുഷോടുള്ളതുകൊണ്ട് ആ സെക്ടറും അത് റിലേറ്റഡ് ആയിട്ടുള്ള കമ്പനീസിനൊക്കെ നല്ല ബെനിഫിറ്റ് കിട്ടാവുന്നതാണ്. അത് വെച്ച് അതിൽ നോക്കുകയാണെങ്കിൽ ഒരു നല്ലൊരു കമ്പനിയാണ് വിന്ധ്യ ടെലിലിങ്ക്സ്. നമ്മൾ കൂടുതലും ഫ്രണ്ട് എൻഡ് കമ്പനീസാണ് നമ്മൾ മീഡിയയിൽ കാണുന്നത്. അപ്പോൾ ഇതൊരു ബാക്ക് എൻഡാണ്. കാരണം ഡിജിറ്റലിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുന്ന കമ്പനിയാണ്. ഇവർക്ക് നല്ല പോസിറ്റീവ് ഉണ്ട്. ആ ഗ്രോത്ത് നല്ല രീതിയിൽ പോസിറ്റീവായിട്ടാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. നമുക്ക് മേടിക്കാവുന്നതാണ്. പിന്നെ ബാലാജി അമീൻസ് എന്ന് പറഞ്ഞ കമ്പനി നേരത്തെ പറഞ്ഞ ഒരു സ്പെഷ്യാലിറ്റി കെമിക്കൽ തന്നെയാണ്. നോക്കുകയാണെങ്കിൽ ടെക്നിക്കലി നല്ല അതൊരു സ്ട്രോങ് ആണ്. നമുക്ക് മേടിക്കാവുന്നതാണ്. അവർ കൂടുതൽ പെസ്റ്റിസൈഡ്സ് ഇതിലുണ്ട്. ഇവർ അമീൻസ് ആൻഡ് ഡൈസിലാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. രണ്ട് സ്പെഷ്യാലിറ്റി കെമിക്കൽസ് ആണെങ്കിലും കോൺസെൻട്രേഷൻ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രൊഡക്ട്സിലാണ്. നമുക്ക് മേടിക്കാവുന്നതാണ്. നമുക്ക് നോക്കുകയാണെങ്കിൽ നല്ലൊരു മുമ്പ് നമ്മൾ ഒരിക്കൽ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നല്ല ബൈയിങ് വരുന്നുണ്ട്. ഈ കറണ്ട് ലെവലിൽ നമുക്ക് മേടിക്കാവുന്നതാണ്. നല്ലൊരു അപ്രിസിയേഷൻ വരുന്നതാണ്. കഴിഞ്ഞ മാസത്തിൻ്റെ റിവ്യൂ ആണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം മാർക്കറ്റ് അത്ര ഒരു ബെനിഫിറ്റ് അല്ലാത്തതുകൊണ്ട് ഒരു ടാർജറ്റ് ഒന്നും ആയില്ല. ഈ ബാങ്ക് ഓഫ് പ്രോഡക്ട്സ് ആണ് നമ്മൾ നല്ല രീതിയിൽ അപ്രീഷിയേറ്റ് ചെയ്തത്. 223 ആണ് ടാർജറ്റ് കൊടുത്തത്. തേഴ്സ്ഡേ 11th 222 വരെ വന്നിട്ടുണ്ടായിരുന്നു. 222.10 പൈസ എന്തോ ആണ് ഹൈ ഹിറ്റ് ചെയ്ത്. അപ്പോൾ അതിൻ്റെ അടുപ്പിച്ച് വരെ വന്നിട്ടുണ്ട്. 223 ടച്ച് ചെയ്തല്ലേ ഉള്ളൂ. അപ്പോൾ അത് നല്ലൊരു റിട്ടേൺ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഹെറിറ്റേജ് ഫുഡ് പൊതുവേ ഈ ബഡ്ജറ്റൊക്കെ സമയത്ത് ഡയറി പ്രോഡക്ട്സ് ഒക്കെ ഒരു അപ്രിസിയേഷൻ വരാറുണ്ട്. നമുക്ക് ഹോൾഡ് ചെയ്യാനാണ്. GE ഷിപ്പിങ്ങും പോസിറ്റീവാണ്. സെൻറ്റം വളരെ നാൾക്ക് ശേഷം നല്ലൊരു ബൈയിങ് വരുന്നു. 500 വരെ ലോ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല കണ്ടിന്യൂസ് ആയിട്ട് അതിന് നല്ല ബൈയിങ് വരുന്നുണ്ട്. അത് ഷോർട്ട് ടൈം ആ റാലി കണ്ടിന്യൂ ആണ്. ടാർജറ്റ് ടച്ച് ചെയ്യുന്നതാണ്. അത് ഹോൾഡ് ചെയ്യുന്നതാണ്. പിന്നെ SBI നമ്മൾ പ്രതീക്ഷിച്ചത്ര ഈ ബാങ്കിങ് സെക്ടറിൽ ഈ ഇൻട്രസ്റ്റ് റേറ്റ് പെട്ടെന്ന് കട്ട് ചെയ്തതോടെ പൊതുവെ ബാങ്കിങ് സെക്ടർ കുറച്ച് വീക്കാണ്. പക്ഷേ ഓവർ എ പീരീഡ് ഓഫ് ടൈം നല്ല റിട്ടേൺ കൊടുക്കാവുന്ന ഒരു സെക്ടറാണ്. കാര്യം ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്ന വൺ ഓഫ് ദ സെക്ടർ ഡിമോണിറ്റൈസേഷനിൽ ബാങ്കിങ് ആണ്. നമുക്ക് ഹോൾഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഡിസംബർ മാസത്തെ മീറ്റിങ്ങിന് നമുക്ക് നിഫ്റ്റിക്ക് ഒരു 7,900 മുതൽ 8,000 വരെ ആ ലെവൽസിൽ വളരെ ഒരു സ്ട്രോങ് സപ്പോർട്ട് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് നിഫ്റ്റി വന്നിട്ട് ഒരു 7,900 ലെവൽസിൽ വന്നിട്ട് തിരിച്ചത് കയറിപ്പോയി. പക്ഷേ സബ്സിക്വൻ്റ് ആയിട്ട് ഒരു 4 ആഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും ഇത് ഈ 7,900 ലെവൽസിലേക്ക് തിരിച്ചു വന്നിട്ട് 7,900 ബ്രേക്ക് ചെയ്ത് 7,893 വരെ വന്നിട്ട് തിരിച്ചു കയറിപ്പോയി. അപ്പോൾ 7,900 നേരത്തെ ഉണ്ടായിരുന്ന ഒരു ലോ ബ്രേക്ക് ചെയ്തപ്പോഴത്തേക്ക് നാച്ചുറലി ഒരുമാതിരിപ്പെട്ടവരെല്ലാം കുറച്ച് പാനിക്കായിരുന്നു. ഒരു മൺഡേ ആണിത് പറ്റിയത്. ഫോർച്ചുനേറ്റ്ലി ഞാൻ ഓഫീസിൽ ആ ദിവസം ഇല്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് തിരിച്ചു കയറിപ്പോയി. അപ്പോൾ ഇത് കാണിക്കുന്നത് ഒരു ചാർട്ടിൽ, ഞാൻ അതിൻ്റെ ചാർട്ട് കാണിക്കുന്നത് ഒരു ഡബിൾ ബോട്ടം ഫോർമേഷനാണ് ഉണ്ടായിരിക്കുന്നത്. ഡബിൾ ബോട്ടം ഫോർമേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് 7,900 2 പ്രാവശ്യം ടച്ച് ചെയ്തു. അത് അതിൻ്റെ ഒരു വാലിഡിറ്റിക്ക് വേണ്ടിയിട്ട് ഒരു 3 to 4 വീക്സിൻ്റെ ഡിഫറൻസിൽ ടച്ച് ചെയ്യുമ്പോഴാണ് ഒരു ഡബിൾ ബോട്ടം എന്ന് പറയുന്നത്. ഒരു ഡബിൾ ബോട്ടം എന്ന് പറയുന്നത് ഒരു ബുള്ളിഷ് പാറ്റേൺ ആണ്. അപ്പോൾ ഇത് നമ്മൾ ചാർട്ട് വെച്ച് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഫർദർ ഡൗൺ ട്രെൻഡ് ഇനി വരാനായിട്ടുള്ള ചാൻസസ് കുറവാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഈ ഡിമോണിറ്റൈസേഷൻ അല്ലെങ്കിൽ ഈ ട്രംപ് പവർ വന്നപ്പോഴത്തേക്ക് അത് കാരണം ഉണ്ടായ വേൾഡിൽ എല്ലായിടത്തും നടന്ന FI സെല്ലിംഗ് ഒക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ രണ്ടിൻ്റെയും വേസ്റ്റ് മാർക്കറ്റ് ഡിസ്കൗണ്ട് ചെയ്തതായിട്ട് നമുക്ക് കണക്കാക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ ഞങ്ങൾക്ക് ഡിമോണിറ്റൈസേഷൻ വന്നു. അതിൻ്റെ ഡിമോണിറ്റൈസേഷൻ വന്നതിൻ്റെ ഏറ്റവും നെഗറ്റീവ് പോയിന്റ്സ് മാർക്കറ്റ് അഡ്വാൻസ് ആയിട്ട് ഡിസ്കൗണ്ട് ചെയ്യും എത്ര വേഴ്സ് ആയി കഴിഞ്ഞാലും. അപ്പം ഡിമോണിറ്റൈസേഷനെ കുറിച്ച് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 15.4 lakh crores ആയിരുന്നു മൊത്തം 1500 നോട്ട് മാർക്കറ്റിൽ ഫ്ലോട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അത് ഏകദേശം മൊത്തം തന്നെ തിരിച്ചു വന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ് ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല, എന്നാലും അൺഒഫീഷ്യലായിട്ട് ഒരു 98% ഓഫ് ദി എമൗണ്ട് ഹാസ് കം ബാക്ക് ടു ദി ബാങ്ക്സ്. അപ്പം അങ്ങനെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഡിമോണിറ്റൈസേഷൻ എന്തിനാണെന്ന് ആദ്യം പറഞ്ഞത് ബ്ലാക്ക് മണി പിടിക്കാനായിട്ടെന്നുള്ളതാണ്. ബ്ലാക്ക് മണി എന്ന് പറയുന്ന അന്ന് ഉദ്ദേശിച്ചത് 3.5 to 5 lakh crore rupees തിരിച്ചു വരില്ല എന്നാണ് എല്ലാ സർക്കിളിൽ നിന്നും ഗവൺമെൻറ്റും എല്ലാ ഏജൻസീസും ഉദ്ദേശിച്ചത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ചെറിയ എമൗണ്ട് ഒഴിച്ചിട്ട് ബാക്കിയുള്ള മുഴുവൻ
തിരിച്ചു വന്നു. ദാറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് വാട്ട് എവർ മണി ഹാസ് കം ബാക്ക് ഇൻ ടു ദ സിസ്റ്റം ദാറ്റ് ഈസ് ഓൾ വൈറ്റ് മണി. പക്ഷേ ദ ഗവൺമെന്റ് വിൽ ഹാവ് എൻ ഹെർക്കൂലിയൻ ടാസ്ക്. ദ IT ഡിപ്പാർട്ട്മെന്റ് അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇനി ഈ കിടക്കുന്ന പൈസ വന്നു എന്നുള്ളതേ ഉള്ളൂ, ഇത് ഞങ്ങൾ സ്ക്രൂട്ടനൈസ് ചെയ്തിട്ട് അൺഅക്കൗണ്ടബിൾ മണി അല്ലാന്നുണ്ടെങ്കിൽ ടാക്സ് അടയ്ക്കാത്ത പൈസ ഉണ്ടെങ്കിൽ ഞങ്ങൾ അത് കണ്ടുപിടിക്കുമെന്നാണ് പറയുന്നത്. പക്ഷേ ഞാൻ പലരുമായിട്ടുള്ള ഡിസ്കസ് ചെയ്തതിലും ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്ത്യയിൽ മൊത്തം 1,25,000 കോടി ജനങ്ങളാണ് ഉള്ളത്. ഇതിൽ ഏകദേശം 2014 ഒരു നരേന്ദ്രമോദിജി വന്നപ്പോഴത്തേക്ക് ജൻധൻ അക്കൗണ്ട് വന്നത് സീറോ ബാലൻസ് അക്കൗണ്ടിൽ സോ മെനി ന്യൂ അക്കൗണ്ട്സ് വെയർ ഓപ്പൺഡ്. അപ്പോൾ ഓൾമോസ്റ്റ് 50% ഓഫ് ദി ഇന്ത്യൻ പോപ്പുലേഷൻ ഹാസ് ബാങ്ക് അക്കൗണ്ട്സ് നൗ. എന്ന് വെച്ച് കഴിഞ്ഞാൽ 50,000 കോടി ബാങ്ക് അക്കൗണ്ട് ഉണ്ട്. ഈ ബാങ്ക് അക്കൗണ്ട് ഇത് സ്ക്രൂട്ടനൈസ് ചെയ്ത് ഇതിൽ ഏതാണ് വൈറ്റ് മണി ബ്ലാക്ക് മണി എന്നൊക്കെ കണ്ടുപിടിക്കുക എന്നുള്ളത് അതൊരു ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു ടാസ്ക്കാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞായിരുന്നു ഇങ്ങനെ IT ഡിപ്പാർട്ട്മെന്റ് റെയ്ഡ് നടത്തിയത് നോക്കിയതിൽ 6% ആണ് ക്യാഷ് ആൻഡ് ഗോൾഡ്, ബാക്കിയുള്ള എല്ലാം ബിനാമി അക്കൗണ്ടിൽ അല്ലാന്നുണ്ടെങ്കിൽ ലാൻഡ് ആയിട്ടോ സ്വിസ് ബാങ്കിലൊക്കെ ആയിട്ട് കിടക്കാണ്. അപ്പോൾ ഈ 3% പിടിക്കാനായിട്ട് നമ്മൾ ഇത്രയും വലിയൊരു എക്സസൈസ് ചെയ്തു, ആൾക്കാർക്കെല്ലാം ബുദ്ധിമുട്ടുണ്ടാക്കി, എന്നാൽ ആ കാശ് കിട്ടിയതുമില്ല. മൂന്നാമത്തത് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് കാരണം നമ്മുടെ ഇന്ത്യയിലെ ഒരു പാരൽ എക്കോണമി, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം 20% എന്നാണ് പറഞ്ഞത് പാരൽ എക്കോണമി. പിന്നെ ഞാൻ അന്വേഷിച്ചപ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് 50% ഓഫ് ഇന്ത്യയുടെ GDP എന്ന് പറയുന്നത് ത്രൂ പാരൽ ബ്ലാക്ക് മണി മാർക്കറ്റാണ്. അപ്പോൾ അങ്ങനെയുള്ള പൈസ മൊത്തം മുഴുവൻ ബാങ്കിലോട്ട് വന്നു. അപ്പോൾ ബാങ്കിലോട്ട് വന്ന കാരണം അക്കൗണ്ടബിളായി. ഇത്രയും കാലം പൈസ ആരുടെ കയ്യിലോ പെട്ടിക്കകത്തോ അല്ലാന്നുണ്ടെങ്കിൽ ടെററിസ്റ്റിൻ്റെ കയ്യിലോ ഒക്കെ ഇരുന്ന പൈസ എല്ലാം ഏതെങ്കിലും റൂട്ട് വഴി നമ്മൾ ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറി. അപ്പം ഡിമോണിറ്റൈസേഷൻ്റെ പോസിറ്റീവ് സൈഡ് എന്ന് പറയുന്നത് ഈ ഫണ്ട്സ് എല്ലാം അക്കൗണ്ടബിൾ ഫണ്ട്സ് മെയിൻ സ്ട്രീമിൽ വന്നു. ഇനി ഇപ്പം 15.4 lakh rupees ഡിമോണിറ്റൈസ് ചെയ്തെങ്കിൽ അത് RBI is not going to print equivalent amount of money. അതിൻ്റെ ഒരു പകുതി ഇപ്പം തന്നെ 5 ലക്ഷം കോടിയൊക്കെ പ്രിന്റ് ചെയ്യുമെന്ന് പറയണം. അതിൽ അവർ 3-4 ലക്ഷം കോടി കൂടെ വന്നിട്ട് ദേ വിൽ സ്റ്റോപ്പ് ദാറ്റ്. എന്ന് പറഞ്ഞാൽ കൂടുതൽ ട്രാൻസാക്ഷൻസ് ഓൺലൈനായിട്ടും കാർഡൊക്കെ യൂസ് ചെയ്ത് ചെയ്യാനായിട്ടുള്ള ഒരു സ്റ്റെപ്പാണ്. ഇതിനകത്തുള്ള ഏറ്റവും വലിയ ഫോളോ ഔട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2014 ശേഷം റിസർവ് ബാങ്കിന്റെ റിപ്പോ റേറ്റ് പല ഘട്ടങ്ങളായിട്ട് 1.75% ദേ ആർ റെഡ്യൂസ് ഫ്രം 2014 ടിൽ ഡേറ്റ്. അതേസമയത്ത് നമ്മുടെ ബാങ്ക് ലോൺസിന് 1.1% കുറച്ചിട്ടുള്ളൂ. അവർ 1.75 കുറച്ചെന്നുണ്ടെങ്കിലും ബാങ്കുകൾ ഡിഡ് നോട്ട് പാസ് ഇറ്റ് ഓൺ ടു ദി കസ്റ്റമേഴ്സ്. ഓക്കെ, നൗ വാട്ട് ഹാസ് ഹാപ്പൻഡ് ആഫ്റ്റർ ഡിമോണിറ്റൈസേഷൻ, ബാങ്ക്സ് വെർ സോ ഫ്ലഷ് വിത്ത് ഫണ്ട്സ് അറ്റ് ഒരുപാട് ഫണ്ട്സ് വരുമ്പോഴത്തേക്ക് നാച്ചുറലി അവരുടെ സ്റ്റേറ്റ് SBI അക്കൗണ്ടിലൊക്കെ അല്ലേ ഫണ്ട് വരുന്നത്. അപ്പോൾ ഇൻട്രസ്റ്റ് ഒന്നും കൊടുക്കണ്ട. അപ്പോൾ ബാങ്കിൻ്റെ കോസ്റ്റ് ഓഫ് ഫണ്ട് ഭയങ്കരമായിട്ട് കുറഞ്ഞ കാരണവും ഫണ്ട്സ് കൂടിയത് കാരണവും സ്റ്റേറ്റ് ബാങ്ക് ഒറ്റ അടിക്ക് 0.9% ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചു. അപ്പോൾ അത് ആഡ് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് റിപ്പോ റേറ്റ് 1.75 കുറച്ചതിൽ 2% സ്റ്റേറ്റ് ബാങ്ക് കുറച്ചു. അപ്പം വേറെ പല ബാങ്ക്സും 0.75 അങ്ങനെ. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞു. ഇപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാൻ നമ്മളിപ്പം റിസർവ് ബാങ്ക് ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ബാങ്കുകൾ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുന്നില്ലായിരുന്നു. അത് അന്ന് അവർ പറഞ്ഞിരുന്ന റീസണ് അവരുടെ കയ്യിൽ എന്താണ് നോൺ പെർഫോമിങ് അസറ്റ്സ് ഉണ്ട്, പൈസയ്ക്ക് ടൈറ്റ് ആണെന്നെല്ലാം പറഞ്ഞു. പക്ഷേ ഇപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞു. ഈ ഇൻട്രസ്റ്റ് റേറ്റ് കുറയുന്നത് നമ്മുടെ ഗ്രോത്തിനെ സ്പർ ചെയ്യും. ഇത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു എഫക്റ്റാണ് നമ്മൾ എക്കോണമിയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞതാണ് ഇപ്പം ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ കാണുന്ന ഏറ്റവും ഡിമോണിറ്റൈസേഷൻ കൊണ്ടുള്ള ഏറ്റവും നല്ലൊരു കാര്യം. പിന്നെ ഉള്ള 1-2 കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ 2 വർഷത്തെ കണക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോറിൻ ഫണ്ട് ഫ്ലോ വളരെ കുറവാണ്. ഒരു $3 ബില്യൺ വെച്ചിട്ടാണ് കഴിഞ്ഞ വർഷം സ്റ്റോക്ക് മാർക്കറ്റിൽ FISന്റെ പൈസ വന്നിട്ടുള്ളത്. 1-2 വർഷം മുമ്പൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ 16 ബില്യൺ, 18 ബില്യൺ, 21 ബില്യൺ ഒക്കെ വന്ന കാലങ്ങളുണ്ട്. 2007 21 ബില്യൺ, 24 ബില്യൺ വരെ വന്നുള്ളൂ. അപ്പോൾ FISന്റെ ഫണ്ട്സ് വളരെ കുറവാണ്. എന്നാൽ പോസിറ്റീവായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൊമസ്റ്റിക് ഫണ്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മ്യൂച്വൽ ഫണ്ട്സ് വഴി നമ്മുടെ നമ്മുടെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കയ്യിലോട്ട് വരുന്ന പൈസയുടെ കണക്ക് ഇതിനെ ഓഫ്സെറ്റ് ചെയ്യുന്ന അത്ര എമൗണ്ടാണ് വരുന്നത്. ഫോർ എക്സാമ്പിൾ ഓൺ ആവറേജ് കഴിഞ്ഞ 4-5 മാസമായിട്ട് നോക്കുകയാണെങ്കിൽ 10,000 കോടി രൂപയാണ് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് മ്യൂച്വൽ ഫണ്ട് വഴി കളക്ട് ചെയ്യുന്നത്. 10,000 കോടി എന്ന് പറയുമ്പോൾ ഇറ്റ് വിൽ കം ടു അറൌണ്ട് 1.5 ബില്യൺ അപ്രോക്സിമേറ്റ്ലി. ആനലൈസ് ചെയ്യുമ്പോഴത്തേക്ക് ഇറ്റ് ഈസ് കമ്മിങ് ടു $18 ബില്യൺ. അപ്പം നമ്മൾ FIs ഇപ്പോഴും സെല്ല് ചെയ്താൽ മാർക്കറ്റ് വീഴുമെന്നുണ്ടെന്നുണ്ടെങ്കിലും സ്ലോലി നമ്മുടെ ഇൻവെസ്റ്റേഴ്സിന് ഇന്ത്യയുടെ ഗ്രോത്തിന് അല്ലെന്നുണ്ടെങ്കിൽ ഇന്ത്യയെക്കുറിച്ചുള്ള കോൺഫിഡൻസ് കൂടുകയും അവർ മാർക്കറ്റൊക്കെ ഇടിയണ സമയത്തും മ്യൂച്വൽ ഫണ്ട്സിൽ പൈസ ഇടുകയും
അപ്പോൾ നമ്മുടെ ഡൊമസ്റ്റിക് ഫണ്ട്സ് എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ ടോട്ടൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഉള്ള ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ ലെസ് ദൻ 2% ഇൻ ഇന്ത്യ compared to 60% in the US and 17% even in China. അപ്പോൾ നമ്മൾ കൂടുതൽ ആൾക്കാർ സ്റ്റോക്ക് മാർക്കറ്റിലോട്ട് വരുന്നത് ഒരു നല്ലൊരു പ്രവണതയാണ്. അപ്പം സ്ലോലി ഇഫ് മോർ മണി കംസ് ഇൻ ടു ദ സ്റ്റോക്ക് മാർക്കറ്റ് ആൻഡ് മോർ പീപ്പിൾ പാർട്ടിസിപ്പേറ്റ് ഇൻ ദ സ്റ്റോക്ക് മാർക്കറ്റ്, ദാറ്റ് ഈസ് വെരി ഗുഡ് ഫോർ ദ സ്റ്റോക്ക് മാർക്കറ്റ്സ്. പിന്നെ ബഡ്ജറ്റ് വരുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് ബഡ്ജറ്റിൽ എല്ലാവർക്കും ഉണ്ട്. അതിൽ കോർപ്പറേറ്റ് ടാക്സ് തന്നെ 10% വരെ കുറയ്ക്കുമെന്നൊക്കെ ചില സൈഡിൽ നിന്നെല്ലാം സംസാരിക്കുന്നുണ്ട്. പക്ഷേ അതിനകത്ത് വേറെ ഒരിടത്ത് വന്നിട്ടില്ലാത്തൊരു നെഗറ്റീവായിട്ടുള്ളൊരു കാര്യം കൂടെ ചില സോഴ്സിൽ നമ്മൾ അറിയാൻ സാധിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ഇപ്പം നമുക്ക് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ഇല്ല. എന്ന് വെച്ചാൽ നമ്മളിന്ന് മേടിച്ചിട്ട് 1 വർഷം കഴിഞ്ഞിട്ട് വിറ്റ് കഴിഞ്ഞാൽ വാട്ട് എവർ മണി യു മേക്ക് യു ഡോണ്ട് ഹാവ് ടു പേ എനി ടാക്സ്. ആൻഡ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ 1 വർഷത്തിനുള്ളിൽ നമ്മൾ വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു പേ 15% ടാക്സ്. അപ്പോൾ ഇത്രയും ഒരു ഫേവറബിൾ ടാക്സ് ഇത് ഒരിടത്തും ഉണ്ടാകത്തില്ല ഈ ഷെയർ മാർക്കറ്റിൽ. അപ്പം ദ ഗവൺമെന്റ് ഇസ് ഓഫ് ദ ഒപ്പീനിയൻ ദാറ്റ് പീപ്പിൾ ആർ മേക്കിംഗ് മണി ഇൻ ദ സ്റ്റോക്ക് മാർക്കറ്റ്, FIs ആർ മേക്കിംഗ് എ ലോട്ട് ഓഫ് മണി ഇൻ ദ സ്റ്റോക്ക് മാർക്കറ്റ്സ്. ആരും ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് കൊടുക്കുന്നില്ല എന്നൊക്കെ ഒരു ധാരണ ഉള്ളത് കൊണ്ട് ദേ ആർ പ്ലാനിങ് ടു റീഇൻട്രൊഡ്യൂസ് ദി ക്യാപിറ്റൽ ഗെയിൻ ടാക്സ്. ദാറ്റ് മേ ബി വെരി നെഗറ്റീവ് ഫോർ ദ മാർക്കറ്റ്. ദാറ്റ് ഇസ് വൺ തിങ്. പിന്നെ STT എന്നൊരു സാധനമുണ്ട്, സെക്യൂരിറ്റീസ് ട്രാൻസാക്ഷൻ ടാക്സ്. എനിക്ക് തോന്നുന്നു എല്ലാവരും അവെയർ ആണെന്ന് തോന്നുന്നു. അപ്പം ലോങ് ടേം ക്യാപിറ്റൽ ഗെയിന് നേരത്തെ 20% ആയിരുന്നത് നില്ലാക്കിയപ്പോൾ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് സെക്യൂരിറ്റീസ് ട്രാൻസാക്ഷൻ ടാക്സ് എന്നുള്ളത് ചിദംബരം ഇരുന്ന സമയത്ത് 2006 ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പം ആ STT എന്ന് പറഞ്ഞാൽ വെദർ യു മേക്ക് മണി ഓർ നോട്ട് ഫോർ ഓൾ ട്രാൻസാക്ഷൻസ്, ഓൾ സെൽ ട്രാൻസാക്ഷൻസ് യു ഹാവ് ടു പേ എ ടാക്സ്. അപ്പം STT ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ഗ്രാജുവലായിട്ട് അത് കൂട്ടി കൊണ്ടുവന്നു. അവസാനം ഇപ്പോഴത്തെ ബഡ്ജറ്റിൽ STT കൂട്ടും എന്നുള്ളത് ഒരു കാര്യവും പറയുന്നുണ്ട്. അത് വളരെ നെഗറ്റീവാണ്. കാര്യം ഓൾറെഡി വി ആർ പേയിങ് എ ലോട്ട് ഓഫ് STT, എസ്പെഷ്യലി ട്രേഡേഴ്സ്. STT ഇൻട്രൊഡ്യൂസ് ചെയ്തത് ക്യാപിറ്റൽ ഗെയിൻ ടാക്സിനെ കോമ്പൻസേറ്റ് ചെയ്യാനായിട്ടാണ് STT ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പക്ഷേ ട്രേഡേഴ്സ് ഇപ്പോഴും ട്രേഡ് ചെയ്ത് കഴിഞ്ഞാലും പണ്ട് ട്രേഡ് ചെയ്ത് കഴിഞ്ഞാലും അവരുണ്ടാക്കുന്ന പ്രോഫിറ്റിന്റെ 30% ടാക്സ് കൊടുക്കണം. എന്നിട്ട് ട്രേഡേഴ്സ് വെയർ മെയ്ഡ് ടു പേ STT ടാക്സ് ഫോർ നോ ബെനിഫിറ്റ് ഫോർ ട്രേഡേഴ്സ്. നമുക്ക് ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു ബെനിഫിറ്റും ഇല്ല, പക്ഷേ STT ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇത് വലിയ എമൗണ്ട് വരും. 1 കോടിക്കെല്ലാം ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ 800 രൂപ എങ്ങാണ്ട് വരും. അപ്പം ഐ തിങ്ക് പ്രോബ്ലി ഇന്ത്യ ഇസ് ദ മോസ്റ്റ് എക്സ്പെൻസീവ് പ്ലേസ് വെയർ ട്രാൻസാക്ഷൻ ചാർജസ് ആർ ഹൈ ഓൺ ദ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ്. അപ്പോൾ STT ഇതൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ഐ തിങ്ക് ഇറ്റ് മേ ബി നെഗറ്റീവ് ഫോർ ദ മാർക്കറ്റ്. വലിയൊരു നെഗറ്റീവ് ന്യൂസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഐ ഫീൽ ദാറ്റ് ദ ബോട്ടം ഇസ് മെയ്ഡ്. ഇനി അങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ 7900 വേറെ വളരെ നെഗറ്റീവ് ന്യൂസ് ഉണ്ടെങ്കിൽ അത് ബ്രേക്ക് ചെയ്യാനായിട്ട് ചാൻസ് ഉള്ളൂ. ഇനി മുകളിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കാണാൻ പോകുന്ന 5550 ലെവൽസിൽ ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് ഉണ്ട്. ഈ ചാർട്ട് കാണിക്കാൻ പല റീസൺസ് ആണ്. 8550 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ലെവൽ എന്ന് പറയുന്നത് 8650 ആണ്. അത് ക്രോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പുതിയ ഹൈയിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആസ് ഓഫ് നൗ ഇപ്പോഴും നമ്മുടെ ചാർട്ട് കാണിക്കുന്നത് വെച്ചിട്ട് ഡൗൺ ട്രെൻഡ് കഴിഞ്ഞു. ഇനി മാർക്കറ്റ് മുകളിലോട്ട് പോകാനാണ് ചാൻസ്. ഇനി താഴോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ പ്രൊവൈഡഡ് 7900 ഇസ് നോട്ട് ബ്രോക്കൺ, എനി ഡിപ്പ് അല്ലെങ്കിൽ താഴോട്ട് വരുന്ന ഓപ്പർച്യൂണിറ്റീസ് ഓൾ ബൈയിങ് ഓപ്പർച്യൂണിറ്റീസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇത് ഡിസംബർ മാസം നമ്മൾ കാണിച്ച ചാർട്ടാണ് ഡിസംബർ മീറ്റിങ്ങിന്. അത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 8000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സ്ഥലത്തും ഇതേപോലെ മൾട്ടിപ്പിളായിട്ട് സപ്പോർട്ട് റെസിസ്റ്റൻസും കിട്ടിയ പോയിന്റ് ആയിരുന്നു. 8000 ലെവൽസിൽ വളരെ സ്ട്രോങ് സപ്പോർട്ട് ഉണ്ടായിരുന്നു. അന്ന് 8000 ലെവൽസിൽ ഹിറ്റ് ചെയ്തിട്ട് 7900 ലെവൽസ് ഹിറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് തിരിച്ച് കയറിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് ലേറ്റസ്റ്റ് ചാർട്ടാണ്. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, ആ 7900 8000 ലെവൽസിലേക്ക് വന്ന് ഹിറ്റ് ചെയ്തിട്ട് തിരിച്ച് മുകളിലോട്ട് പോയിട്ട് തിരിച്ച് വീണ്ടും താഴെ 7900 ബ്രേക്ക് ചെയ്ത് കാണിച്ചു. സോ ദാറ്റ് പീപ്പിൾ വിൽ ഗെറ്റ് പാനിക്കി. അങ്ങനെ ബ്രേക്ക് ചെയ്ത് കാണിച്ചിട്ട് തിരിച്ച് കയറുമ്പോഴത്തേക്ക് ആ മുകളിലോട്ടുള്ള കയറ്റത്തിന് സ്ട്രെങ്ത് കുറച്ചുകൂടെ കൂടുതലാണ്. ഇത് ഡിസംബർ മീറ്റിങ്ങിന് കാണിച്ചാണ്. അന്ന് നമ്മളൊരു ചാനൽ ഫോളോ ചെയ്യുന്നുണ്ട്, കുറച്ച് വർഷങ്ങളായിട്ട് അപ്ലോഡ് ചാനൽസും ഡൗൺലോഡ് ചാനലും ഫോളോ ചെയ്യുന്നുണ്ട്. ഇതൊരു വാലിഡ് ആയിട്ടുള്ളൊരു ചാനലിനകത്ത് ട്രേഡ് ചെയ്യായിരുന്നു. ആ ഡിമോണിറ്റേഷൻ ടൈമിൽ ആ ചാനൽ പൊട്ടി താഴെ വന്നിട്ട് തിരിച്ച് കഴിഞ്ഞ മീറ്റിങ്ങിന് ആ ചാനലിനകത്ത് റീഗെയിൻ ചെയ്തായിരുന്നു. ഈ റെഡ് ലൈനിന് മേളിൽ ക്ലോസ് ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതൊരു പോസിറ്റീവ് സൈനാണ്. ഇത് മുകളിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ ചാനലിൻ്റെ അപ്സൈഡ് 8450 വരെ പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതാണ് ചാനലിൻ്റെ അപ്സൈഡ് എന്ന് നമ്മൾ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ 8400 ഈ ലൈൻ ടച്ച് ചെയ്യാനായിട്ട് നമ്മൾ ഉദ്ദേശിച്ച കണക്ക് ഒറ്റയടി കയറിപ്പോയില്ല.
ഗ്രാജുവലായിട്ടാണ് കയറിപ്പോയത്. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്ക് ചാനലിൻ്റെ ടോപ്പ് ഈ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ലൈൻ ആയതുകൊണ്ട് 8325 ആ ലെവൽസിലേക്ക് വന്നു. ഇതിപ്പോഴത്തെ ഇതാണ്, ഇത് വളരെ പോസിറ്റീവാണ്. ഈ ചാനലിന് ഇത് 8300-350 ലെവൽസിലായിരുന്നു ചാനലിൻ്റെ അപ്പോർട്ട് സൈഡ്. അത് ബ്രേക്ക് ചെയ്ത് ഇത് മുകളിലോട്ട് ഡിസസീവായിട്ട് ക്ലോസിങ് വന്നു. ദാറ്റ് മീൻസ് നേരത്തെ ഉണ്ടായിരുന്ന ഒരു ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ചാനൽ ബ്രേക്ക് ചെയ്ത് ഒരു അപ്വേർഡ് മൂവ്മെൻറ്റ് നമ്മൾ കാണുകയാണ്. ഡസൻ അബ്സല്യൂട്ട്ലി മീൻ ദാറ്റ് ഓക്കെ നമ്മൾ ട്രെൻഡെല്ലാം കഴിഞ്ഞ് ഇനി ഭയങ്കരമായിട്ട് കയറി പോകുന്നുള്ളതല്ല. ഇതൊരു പോസിറ്റീവ് ട്രെൻഡാണ്. നമുക്ക് വി ആർ ടു സീ ഇത് ഇനി എങ്ങനെയാണ്. ഇനി ഇത് താഴോട്ട് വരികയാണെന്നുണ്ടെങ്കിലും ഈ ചാനൽ ലൈനിൽ സപ്പോർട്ട് കിട്ടണം, നോർമലി സപ്പോർട്ട് കിട്ടണം. എന്നുവെച്ചാൽ 8300 അല്ലെങ്കിൽ 8200 താഴെ പോവാതിരിക്കുക, അത് വളരെ പോസിറ്റീവാണ്. ഇനി ഈവൻ ഇഫ് ഇറ്റ് ഈസ് കമ്മിങ് ഡൗൺ, താഴെ വന്നു കഴിഞ്ഞാൽ തിരിച്ചിന് മേളിലോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. ആസ് ഓഫ് നൗ നമുക്ക് പറയാവുന്നത് ഇപ്പോഴത്തെ ഒരു ബ്രേക്ക് ഔട്ട് എന്ന് പറയുന്നത് ബുള്ളിഷാണ്. പിന്നെ ഞാനൊരു ഡബിൾ ബോട്ടം ഫോർമേഷൻ്റെ കാര്യം പറഞ്ഞു. ഡബിൾ ബോട്ടം എന്ന് പറയുന്നത് ഒരു ബുള്ളിഷ് സൈനാണ്. കാര്യം ആദ്യം ഒരു ബോട്ടം ടെസ്റ്റ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് ഒരു 4 ആഴ്ച മുതൽ 3 മാസത്തിനിടയിൽ വീണ്ടും ആ ബോട്ടം തന്നെ ടെസ്റ്റ് ചെയ്യുക. അവിടെ നിന്ന് ഒരു 3% 4% അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ട് തിരിച്ച് ഷാർപ്പായിട്ടുള്ളൊരു റൈസ്, ഇതിവിടെ നമുക്ക് കാണാം, ഷാർപ്പായിട്ടുള്ള റൈസ്, നല്ല വോളിയത്തോടു കൂടി റൈസ് വരികയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് കോൾഡ് ഡബിൾ ബോട്ടം. ഡബിൾ ബോട്ടം എന്ന് പറയുന്നത് ഒരു ട്രെൻഡ് റിവേഴ്സലാണ്. അപ്പം നമ്മൾ ഡൗൺവേർഡ് ട്രെൻഡ്, ഇപ്പോൾ ഇവിടെ നിന്നൊരു ഡൗൺവേർഡ് ട്രെൻഡ് ആണല്ലോ, എവറിത്തിങ് ഇസ് ഇൻ പ്ലേസ് ആക്ച്വലി. ഒരു ഡൗൺവേർഡ് ട്രെൻഡ് കഴിഞ്ഞിട്ട് ഒരു ഡബിൾ ബോട്ടം. ഡബിൾ ബോട്ടം എന്ന് വെച്ചാൽ ഒരു ഡബ്ല്യൂയുടെ ഷേപ്പാണ്. അപ്പോൾ ഈ ഡബ്ല്യൂയുടെ ഷേപ്പിൽ ഡബിൾ ബോട്ടം ഫോർമേഷൻ വാലിഡ് ആവണമെങ്കിൽ ആദ്യത്തെ ഒരു ബോട്ടം കഴിഞ്ഞിട്ട് പിന്നെ ഒരു റൈസ് ഉണ്ടായ ഒരു ലെവലുണ്ട്. ആ ലെവലെന്ന് പറയുന്നത് 8275 അതായത് ഈ ലെവല്. അതാണ് ഈ ഡബ്ല്യൂയുടെ ഈ മിഡിൽ പോർഷൻ്റെ ലെവല്. അത് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് കൺഫേം ദാറ്റ് ഇറ്റ് ഇസ് എ ഡബിൾ ബോട്ടം. അപ്പോൾ നമ്മൾ ഡബ്ല്യു ഷേപ്പ് വന്നിട്ട് ആ ഡബ്ല്യുവിൻ്റെ നടുക്കുള്ള പോർഷൻ കട്ട് ചെയ്തിട്ട് ഇവിടെ വെച്ചിട്ട് ബ്രേക്ക് ഔട്ട് വന്നിട്ട് മുകളിലോട്ട് നിൽക്കുകയാണ്. ഇനി താഴെ വരികയാണെന്നുണ്ടെങ്കിൽ 8275 നല്ലൊരു സ്ട്രോങ് സപ്പോർട്ട് ഉണ്ടാവും. അവിടെ നിന്ന് വീണ്ടും റീബൗണ്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ തിയറി അനുസരിച്ച് ഒരു ഡബിൾ ബോട്ടം ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഈ ഏറ്റവും ലോവസ്റ്റ് പോയിന്റും ഇടയ്ക്ക് വന്ന മിഡ് പോയിന്റിൻ്റെയും ആ ഡിസ്റ്റൻസ് തന്നെ മേളിലോട്ട് ടാർഗറ്റാണ്. ദാറ്റ് ഇസ് ഫ്രം 7900 ഇറ്റ് വെൻറ്റ് അപ്പ് ടു 8275. അത് കഴിഞ്ഞിട്ടാണ് താഴെ വന്നത്. അപ്പോൾ 375 പോയിന്റ്സ് ആണ് ഈ താഴെയുള്ള പോയിന്റ് മുതൽ ഇവിടെ ഉള്ളത്. അപ്പം ഈ തിയറിയുടെ ഇത് വെച്ചിട്ട് ഇവിടെ നിന്ന് വീണ്ടും 375 പോയിന്റ്സ് കൂടെ മുകളിലോട്ട് പോകണം. അതാണ് അതിൻ്റെ ടാർഗറ്റ്. അതിൻ്റെ ടാർഗറ്റ് പറയുന്നത് എപ്പോഴും അച്ചീവ് ചെയ്യണമെന്നൊന്നുമില്ല, ആ തിയറി അനുസരിച്ച് അതാണ് ടാർഗറ്റ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതിൻ്റെ തിയറി വെച്ചിട്ട് 8650 വരെ മിനിമം പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ 8650 എന്ന് പറയുമ്പോഴത്തേക്ക് 8550 സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഉണ്ട്, ഫിബൊനാച്ചി റിട്രേസ്മെൻ്റ് ഉണ്ട്. അത് രണ്ടും കടന്നു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ലെവലിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് പുതിയ ഹൈയിലേക്ക് കാണിക്കും. ഇത് ഈ ടോട്ടൽ ഫാളിൻ്റെ ഫിബൊനാച്ചി റിട്രേസ്മെൻറ്റ് ലൈനാണ്. ഈ ടോട്ടൽ ഫാളിനെ തിരിച്ച് മാർക്കറ്റിൽ 21.5, 38.2, 50.7, 61.8%. ഈ തിയറി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡൗൺ ട്രെൻഡ് വന്നിട്ട് ഇത് തിരിച്ച് ടോട്ടൽ ഫാളിൻ്റെ 61.8% റീട്രേസ് ചെയ്ത് കഴിയുകയാണെങ്കിൽ ദ ഡൗൺ ഫാൾ ഇസ് ഓവർ. ദാറ്റ് മീൻസ് ഇപ്പോൾ മാർക്കറ്റ് റൈസ് ചെയ്തിട്ട് ഈ ഫിബൊനാച്ചി റിട്രേസ്മെൻറ്റ് 61.8% മേളിലൊരു ക്ലോസിങ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നേരത്തെ ഉണ്ടായിരുന്ന ഹൈഡ് മേളിലോട്ട് പോകുന്നുള്ളതാണ്. അപ്പോൾ 61.8% എന്ന് പറയുന്നത് 8550 അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഡബിൾ ബോട്ടം ഫോർമേഷനിൽ ടാർഗറ്റ് 8650 അപ്പോൾ ആ ലെവല് ക്രോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 61.8% മേളിൽ ക്ലോസ് ചെയ്യും. ദാറ്റ് മീൻസ് നമുക്കൊരു പുതിയ ഹൈ കാണാനായിട്ടുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ സപ്പോർട്ട് റെസിസ്റ്റൻസ് നോക്കുമ്പോഴത്തേക്ക് ഈ 8550 ലെവൽസിൽ നല്ല റെസിസ്റ്റൻസ് ഉണ്ട്. കാര്യം നേരത്തെ ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ഉണ്ടായത് അതിൻ്റെ നെക്ക് ലൈനാണ്. അപ്പോൾ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് വന്നത് 8550 8550 ക്രോസ് ചെയ്ത് 8650 വരെ പോവുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മുടെ മറ്റേ ഡബിൾ ബോട്ടം ഫോർമേഷൻ്റെ ടാർഗറ്റ് എത്തുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് പുതിയ ഹൈയിലേക്ക് പോകാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അപ്പം ആസ് ഓഫ് നൗ നമ്മൾ ഡിമോണിറ്റൈസേഷനും അല്ലാന്നുണ്ടെങ്കിൽ FI സെല്ലിംഗ് എല്ലാം ഏകദേശം കഴിഞ്ഞു എന്ന് തോന്നുന്നു. അപ്പം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞു US മാർക്കറ്റ്സ് എല്ലാം കയറിയപ്പോഴത്തേക്ക് നമ്മുടെ മാർക്കറ്റ് കയറാതിരുന്നത് ഡിമോണിറ്റൈസേഷൻ കൊണ്ടാണെന്ന് വിചാരിച്ചു. അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു. പക്ഷേ സബ്സിക്വൻ്റ് ആയിട്ട് ഞാൻ വേറെ പല എമർജിങ് മാർക്കറ്റ്സിൽ നോക്കിയപ്പോഴത്തേക്ക് ഞാൻ മനസ്സിലാക്കി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാർക്കറ്റ് US മാർക്കറ്റ് ട്രംപ് ജയിച്ചതും ഡിമോണിറ്റൈസേഷനും ഒരേ ദിവസമായിരുന്നു. നവംബർ
8-ാം തീയതിയാണ്. അപ്പോൾ അതിനുശേഷം US മാർക്കറ്റ് കയറിപ്പോവുകയും ചെയ്തു, നമ്മുടെ മാർക്കറ്റ് ഇറങ്ങി വരികയും ചെയ്തു. അപ്പം അത് ഡിമോണിറ്റൈസേഷൻ്റെ എഫക്റ്റ് ആണെന്നാണ് ഞാൻ അന്ന് വിചാരിച്ചത്. പിന്നെ ഞാൻ സ്റ്റഡി ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് US മാർക്കറ്റ് കയറുകയും അവിടുത്തെ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുകയും പിന്നെ ഈ ട്രംപ് വന്നിട്ട് അവിടുത്തെ ഇൻകം ടാക്സ് ഭയങ്കര ഡ്രാസ്റ്റിക് ആയിട്ട് 35-40% 15% കുറയ്ക്കും എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അവിടുത്തെ ഒരു ബിസിനസ് ചെയ്യാനായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്ത കാരണം ഡൗ ജോൺസ് 17,500 20,000 ഹിറ്റ് ചെയ്തു. നത്തിങ് ഹാസ് ഹാപ്പൻഡ്, ഓൺലി ഓൺ ദ ഹോപ്പ് ദാറ്റ് സം പോസിറ്റീവ് തിങ്സ് വിൽ ഹാപ്പൻ ഫോർ ദി US എക്കോണമി. അങ്ങനെ വന്നപ്പോഴത്തേക്ക് FIs വാട്ട് ദേ വർ സെല്ലിംഗ് ഇൻ ദി എമർജിങ് മാർക്കറ്റ്സ്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയെ മാത്രമല്ല വിറ്റിരിക്കുന്നത്, അവർ എല്ലാ എമർജിങ് മാർക്കറ്റ്സും അവർ വിറ്റിട്ടുണ്ട്. ഞാൻ ആ ചാർട്ട് കാണിക്കാം. ഈ വെർട്ടിക്കൽ ലൈൻസ് വരച്ചിരിക്കുന്നത് നമ്മുടെ ആ ഡിമോണിറ്റൈസേഷൻ ഡേ അല്ലെങ്കിൽ US പ്രസിഡൻസി ഇലക്ഷൻ്റെ റിസൾട്ട് വന്നാണ്. അന്ന് ഞാൻ കാണിച്ചത് ഈ 2 ആണ്. അന്ന് ആ ദിവസം കഴിഞ്ഞിട്ട് US മാർക്കറ്റ്സ് ഷാർപ്പായിട്ട് കയറിപ്പോയി. പക്ഷെ നമുക്ക് തിരിച്ച് അതേപോലെ അവിടെ നിന്ന് ശേഷം ഇറങ്ങിപ്പോയി. ഞാൻ കമ്പയർ ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് മെക്സിക്കൻ മാർക്കറ്റ്സ് പല മാർക്കറ്റ്സും നോക്കി, എല്ലാ എമർജിങ് മാർക്കറ്റ്സിലും സെല്ലിംഗ് ആണ്. കാര്യം FIs ആ ഡേറ്റ് ശേഷം എല്ലാ ദിവസവും 700-800 കോടി രൂപയ്ക്ക് ഇവിടെ വിറ്റിട്ട് ആ പൈസ തിരിച്ച് US അല്ലാന്നുണ്ടെങ്കിൽ വേറെ മാർക്കറ്റ്സിൽ പോവുകയാണ്. അത് കമ്പയർ ചെയ്യാനായിട്ട് ഞാൻ ഹാങ്സാങ് എടുത്ത് നോക്കിയപ്പോഴത്തേക്ക് നമ്മളെ മാർക്കറ്റുമായിട്ട് നല്ല കൊറിലേഷൻ ഉള്ളതാണ്. ഹാങ്സാങ് നോക്കുകയാണെന്നുണ്ടെങ്കിലും ആ ഡേറ്റിന് ശേഷം ഹാങ്സാങ് ഇറങ്ങി. ഹാങ്സാങ് ഇറങ്ങിയിട്ട് വീണ്ടും വലിയൊരു പൊട്ടലുണ്ടായി. അത്രയും ലോ ഇവിടെ വന്നിട്ടില്ല, ഇവിടെ ഡബിൾ ബോട്ടമേ വന്നിട്ടുള്ളൂ. പക്ഷെ അവിടെയാണെന്നുണ്ടെങ്കിൽ ആ റേറ്റ് കഴിഞ്ഞിട്ട് കയറിയിട്ട് വീണ്ടും ഒരു ലോ വന്നു. അത് കഴിഞ്ഞിട്ട് ഹാങ്സാങ് ഒക്കെ കയറുന്നുണ്ട്, നമ്മുടെ മാർക്കറ്റും കയറുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മാർക്കറ്റ് എമർജിങ് മാർക്കറ്റ്സുമായിട്ട് കൊറിലേറ്റഡ് ആണ്. കൊറിലേഷൻ എന്നുള്ളത് FIs എന്നുള്ള ഒരു കോമൺ ആയിട്ടുള്ള ഇൻവെസ്റ്ററാണ് എല്ലാ സ്ഥലത്തും വാങ്ങിക്കുകയും വിൽക്കുകയും ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ അന്നത്തെ വീഴ്ച വി കാൺ സേ ഇറ്റ് ഇസ് ബിക്കോസ് ഓഫ് ഡിമോണിറ്റൈസേഷൻ. ഡിമോണിറ്റൈസേഷൻ ഒരു ഫാക്ടർ ആയിരിക്കാം, പക്ഷേ FI സെല്ലിങ് കൊണ്ടാണ് നമ്മൾ മാർക്കറ്റ് വീണത്. ഇപ്പോൾ FIസിൻ്റെ സെല്ലിംഗ് ഒക്കെ ഏകദേശം കുറഞ്ഞു വന്നിട്ടുണ്ട്. യെസ്റ്റർഡേ ഐ തിങ്ക് ദേ സോൾഡ് ഓൺലി ഫോർ 35 ക്രോർസിനെ വിറ്റിട്ടുള്ളൂ. പിന്നെ ഇവിടെ പല പോസിറ്റീവുകളിൽ ഇപ്പം നമ്മൾ ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത് ഈ ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ച് തന്നെയാണ്. വളരെ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ഔട്ട്ലുക്കാണ് നമുക്ക് ഇനി അങ്ങോട്ട് കാണാൻ പറ്റുന്നത്. പിന്നെ ബഡ്ജറ്റിൽ ഏതെങ്കിലും ഞാൻ ഈ പറഞ്ഞ കണക്ക് ഈ STT ഒക്കെ കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ ദർ മേ ബി എ ടെമ്പററി ഫോൾ ഇൻ ദ മാർക്കറ്റ്സ്. പക്ഷെ അതും ആ റീസൺ കൊണ്ട് മാർക്കറ്റ് താഴോട്ട് പോവുകയോ പൊട്ടിപ്പോവുകയൊന്നും ചെയ്യില്ല. ഒരു ടെമ്പററി ഫോൾ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അതാണ് നമ്മളിപ്പോൾ കാണുന്ന ഒരു റിസ്ക് മാർക്കറ്റിൽ. Year 2016 has just ended, and if you see the broad market, it's basically a consolidation year for the Sensex. It has given just a 2% return. 2016, Sensex was up by 2%. Just before that year, Sensex was down by almost 5%. So for the last 2 years, Sensex hasn't moved much. What was the culprit was that in 2015, IT and pharma did very well, and it lifted the Sensex. But what happened was that banking index and metal index did very badly in 2015. In 2016, just reverse happened. IT and pharma did badly, whereas metal index and banking index did well. So overall, for 2 consecutive years, we had a flat for the Sensex. But if we see in the past history from 2013 onwards, this is the first time we are seeing flat return for the Sensex for 2 successive years. Previously, either we have a very good gain for the Sensex or a sharp fall in the Sensex. But this is the first time we are seeing a flat 2 consecutive years for the index. And if you see the other index also, mid cap was up by 8%, small cap was up by just 1.6. What was happened was that last year in January and February, market fell very sharply. Basically, all mid caps and small caps fell by 30-40%, and from that bounce back happened. So overall, if you see that small cap was just by 1.6, and if you see the sectorial index, metals did very well, that is 6%. Unexpectedly, all the metal stocks did very well. Most of the mutual funds and fund managers were very negative on the metals for the reason that China will slow down, so all the metal stocks will come down like that. But unexpectedly, all the metal stocks like Vedanta, Tata Steel, everything became a multi-bagger. Vedanta is the best performing stock in the Sensex in 2016. Auto index not bad, did 10% gain. Basically, Maruti did very well. Banking index, this time it was mainly PSU banks which did well in 2016. It was up by 7%. FMCG, no big movement is there.
But on the lagging side, if you see that IT was down by 8% and healthcare, pharma stocks was down by 12%. So IT and pharma did very badly, whereas metal and banking index did fairly better, did very well in 2016. FII flow, if you see that, actually for the last 5-6 years, it has been gradually coming down from the high of 24 billion in the year 2012. It has gradually come down. Now, for the last 2 years, there is no big FII inflow into the market. Basically, they were selling into it. In some months, they have bought it. So, on an average, we got just 3 billion. And some of the money has mainly gone into the IPOs. A lot of IPOs came last year, like Dr. Lal Patlab. Like that, so many IPOs came, Thyrocare. So some part of the 3 billion has gone mainly into the IPO. So in secondary market, there is no big inflow from FIIs. And coming into the market, for the last 1 month, basically it was large cap stocks which is not doing well. But many mid caps and small cap stocks, there was a lot of action, especially theme based action. Lot of action was happening throughout the market for the last 1 month. Many themes like fertilizer is doing very well, sugar stocks were doing very well. PSU as a basket is doing entirely, doing extremely well, PSU stocks. So lot of sharp uptrend is happening in select themes. If we are able to identify these type of stocks, means we can make a very good money. But large caps were not doing well, because yesterday what was happened was that IT dragged the index, whereas ITC and other stocks went up. So in each day, some stocks or sectors will dragging down the index, where some stocks will do well, some stocks will do badly. So overall, Sensex and Nifty is not moving much. Foreign investors, they have sold heavily in the month of December, but from January onwards, the selling has come down. In the month of December, on every day basis, they used to sell around 1,000 crores, 1,500 crores like that. But in the month of January onwards, the selling has come down, and in the current week, the selling has mostly come down. They were selling only 50 crores, 100 crores like that. So there is, the selling is slowly abating from FIIs. That is one of the positive. And globally, if you see the developed markets, all the developed markets, they are doing exceedingly well. US markets are all-time high. Both Dow Jones and Nasdaq, both indexes are at their historic high level. DAX is doing very well. FTSE London index, that is at a historic high. Nikkei from Japan, that is also doing very well. So developed market as a basket is doing exceedingly well. And overall, if you see in the last 1 month, Nifty and Sensex mid cap all are up by 1.5%. Small cap, if you see, they are up by almost 3%. And momentum themes, if you see that there are plenty of stocks were going up. If you see that sugar, 6-7 months back, we took one presentation exclusively for sugar, and there we mentioned what are the dynamics happening in the sugar industry. Now, after a short fall for 3-4 months back in all the sugar stocks, some of the stocks has bounced back and they have again crossed their previous high. Some of the stocks like Balrampur, Sini, Dwarakesh, Dampur, especially these UP-based sugar companies, they have again crossed their previous high in spite of 40-50% correction they witnessed 3-4 months back. Basically, what was happening is that in India is a vast country, so monsoon was not same at all places. At this time, what happened was that UP got a very good shower and the monsoon was very good, whereas the other sugar producing states like Karnataka and Maharashtra, their production was very, very less because of poor monsoon. So basically, UP-based sugar companies, they are going to gain a lot because domestic sugar production is going to come down because of lower production from Karnataka and Maharashtra. So all the UP-based sugar stocks like Balrampur is the largest sugar company in India, and second one is the Dhampur, and third one is the Dwarakesh. All the three companies are based on UP, so they are going to see bumper profit this year because sugar prices is not going to come down. Basically, international sugar price is strong, and in domestic we are going to see shortfall basically because of lower production from Karnataka and Maharashtra sugar companies. So all these UP-based sugar companies, they may see further rally. And the second sector which is doing exceedingly well is fertilizer. If you see most of the fertilizer, if you take the fertilizer companies,
almost 30-40% of the fertilizer company belongs to the government. Companies like RCF, it's an PSU company. Similarly, National Fertilizer, 4-5 government-based companies are there in fertilizer sector. Other than that, Coromandel is the largest private sector fertilizer company, and then Chambal is there. All are doing very well. They are all trading at multi-year highs. Basically, the story behind the fertilizer is that government is planning to introduce the direct benefit transfer for the subsidy payment of fertilizer. Right now, most of the charge for fertilizer company is the interest payment because they sell fertilizer to the farmers, but they receive subsidy from the government 6 months to 1 year delayed. So during that period, the fertilizer company has to bear the interest burden. So if direct benefit transfer happens, means directly government will give subsidy to the farmers. So the working capital need for the fertilizer company will come down. So basically, based on this theme, only all the fertilizer companies are rallying. And the next theme which is doing very well is the PSU stocks. If we see almost all PSU stocks, they are doing very well. Engineers India, Bharat Electronics, then the momentum stocks like MMTC, STC, BEML, everything is doing well, and most of them are at, some of the stocks are at all-time high, some of them are at 52-week high. The story behind is that the government has initiated a strategic stake sale in PSU stocks. Strategic stake sale means selling almost the majority equity stake to the private owner. In the past, 2-3 companies has happened like this. One is the Hindustan Zinc, where government sold a majority stake to Vedanta. And second one is the Tata Communication. Old name was called VSNL, Vijay Sanchar Nigam, where they sold the company to Tata Group. Now, as a first company, they have decided to sell BEML to company to a private, as a strategic private player, where government will hold minority stake and the private player will have a majority stake, and the private player will continue to look into the company. So that story, because of that story, the PSU stocks, all the stocks were going up. Steel, most of the steel stocks are going up, basically because of the anti-dumping duty government has imposed. So import has become costly. So because of that, what happened was that the domestic players could able to increase the prices. And second thing is that the Chinese production is continuously coming down. Government is forcefully closing down many steel plants there in order to give support to the steel prices. So because of that, most of the steel stocks are doing well. So basically, there are a lot of momentum themes in the market, and short term, many stocks are going up by 20%, 30%, and like that within 5 days, 10 days in that in that period. On demonetization update, till December, we used to see that most of the medias, they used to cover almost 50 to 60% of time on demonetization. Now, no one is even covering the demonetization now. Now, the reports, latest reports indicate that almost 97% of the money has been returned to the bank's demonetized currency. It is just a news report. There is no confirmation coming from RBI or the government beyond based on this. And they have told that they are still counting the money, and it will take some time to give the absolute number of how much money, demonetized money has been returned. So we have to wait for that. And government time to time they are telling that they are tracking the high deposit accounts where high cash deposit has been made, and they are IT department, they will give that account number to IT department. IT department will take required action. Like that, comments are time to time coming from the government. But only time will tell how much action they are going to take. And the next step by the government has to be vast. Narendra Modi, our PM, told that next will be Binami transaction will be tracked very closely. So we may see within 1 month the next step, at least before budget, we will see what is government is going to do. One of the big positive because of the demonetization is that banks has cut interest rate very sharply. Till now, everyone used to blame the banks that RBI has cut interest rate, but banks were not passing the interest rate to the consumers. But from January 1 onwards, the banks has cut interest rate very sharply. Basically, because a lot of money, demonetized money, has come into their savings account and current account, where the interest rate is either very low or nil interest rate.
So the cost of borrowing for the bank has come down very sharply. So based on that, SBI has cut interest rate by 0.9%. If you see rate cut from 2015, repo rate has been cut by 1.7%. Banks has cut deposit rate by 1.6, whereas lending rate has been cut by just 1.1% only. But from January 1 and from 2017, that is post demonetization, if you see that RBI did not cut any rate, deposit rate has also been not cut, whereas lending rate has been cut by 0.9%. Previously it was 1.1, now it is 2. So banks has cut more than what RBI has cut during the last 2 years. So it is a rate cut is a very welcome step, and it is a huge positive for the economy. So this is one of the positive things which has happened because of demonetization. Interest rate has come down. Now the first thing is that housing finance companies, everyone has cut interest rate very sharply, which will give boost to the housing sector. On negative side, if you see, there was some knee-jerk reaction in many sectors. One of them is the auto sector, but it is not as bad as has been reported from the media. In media, they indicated that the auto sales has fell by 40%, 50% like that. But if you see actually what has happened in December is that overall passenger vehicle sales has been down by just 1% only. Two-wheeler sales, if you see, it has been down by 22. So among the worst affected, it is the two-wheeler which has been down by 22%, commercial vehicle 5%, and three-wheeler by 36. So overall, if you see that it is down by 18%. The main down was from two-wheeler sector, which is down by 22%. But government is still trying to tell that demonetization did not affect the economy. And then the day before yesterday, IAP data came. And in the IAP data, if you see that after a long time, we have seen a growth of around 5% in index of industrial production. So it is almost from March 2015, we got this data. So after the long period, we have a very high data, high growth of 5%, which is in the for the month of November, where demonetization has been announced. Previously, if you see that the growth was either 2% or it is a negative of 2% in that range. Whereas in the month of November, we had a very high growth of 5%. And another data which the government still tells to vindicate their stand that economy is not doing badly because of demonetization is the tax collection. That data they are continuously showing it. And if you see the tax collection, it has been extremely well. Actually, one of the biggest positive which is happening parallel is that government finances is in very good shape. If you see the excise duty collection from April to December, almost 9 months, it has been up by 43%. This 43% jump is mainly because last time when the crude oil prices fell in the global market, the government did not pass down to the consumers. Instead, what they did was that they hiked the excise duty of both petrol and diesel for 5-6 times. So the government, whatever crude oil prices fell, entirely the benefit has gone to the government, and that is reflected in the number of the excise duty collection. It has been up by 43%. If you see the service tax, it is up by 23%. This is also mainly because in the last budget, government hiked the service tax from 12% to 14%. Almost 13-14% increase in service tax was there. So that also got reflected in the service tax collection. Customs duty, it is flat, there is no big movement. And if you see the direct tax collection, that is income tax, it is up by 12%. One of the reason for very high 12% increase in direct tax collection is that 5 months back, government announced a voluntary disclosure scheme. In that, almost 60,000 crores of assets has been disclosed. The first tranche of the tax has been come into the government. So that has got added into the direct tax collection. So that is why it is showing a plus of 12%. So overall, government has got a very good kitty now. They have a very good amount, good collection, tax collection was there. So tax collection, because of healthy tax collection, the coming budget, it is expected to be favorable for both IT taxpayers and the corporate taxpayers. This union budget will be presented on February 1st. Generally, February 28th or February 29th, the government used to present the union budget. But this is the first time that government has decided to prepone the budget to February 1.
basically because they want to give money to the states and central government departments by April itself. Because what will happen is that when they finish budget by February 29, whatever budgeted money allotted, it will go to the respective department by May, June. So the period is getting delayed. So in order to avoid it, government has preponed the budget and it will be presented on February 1st. The tax collection has been very good. Also, government has divested very good through divestment. They have got very good money. So overall, government tax position and fund position is very good. So based on that, it is expected that IT slab and corporate tax, IT slab will be income tax slab will be high because a lot of people have suffered from demonetization. In order to please the middle class people, government may hike the IT slab, income tax slab. Also, 2 years back, government gave a promise that they will bring down the corporate tax from 30 to 25. But in the last 2 budget, it hasn't happened. So at least in the coming budget, it is expected that government will cut some corporate tax. So if both happens, it will be positive overall. Also, market will focus for short term is that if there is any change in the capital gain tax, already there are strong rumors going around the market that government may hike a short-term capital gain. Right now, the short-term capital gain is 15%. There is a possibility of hiking that. Also, right now, the long-term capital gain is 0. That is, if you hold a share for more than 1 year, there is no long-term capital gain in taxes there. But there is a possibility of either changing the 1 year period to 3 years or bringing long-term capital gain tax either to 10% or 15% like that. So either one of the possibility is there. We have to prepare for getting that news. Also, there is a possibility of hike in STT also. There are reports we are getting that government may hike STT. So all these things market will focus. But what we are expecting is that on over a period of time, what will matter is that government spending market will focus very closely. Because right now economy is not in a very good shape, economy is not picking up. So by government spending only economy will get picked up. So it is expected that government may spend more money on rural areas and other infrastructure schemes. That will be focused very closely. The Tata Sons news, just now we have, day before yesterday we have got it. That yesterday only we have got it that the Tata Sons has got a new chairman. Cyrus Mistry has been removed 4 months back. Now the Mr. Chandrasekhar, TCS CEO Chandrasekharan has been elevated as Tata Sons chairman. So for the last 3 months we have been daily hearing about this Tata Sons news and Tata Group stocks. At least that will be put into rest. Now the battle will happen only at the legal level through courts and company forums. But in public level, at least the war has come to an end. US markets are doing exceedingly well. Both Dow Jones Industrial Average, Dow Jones and Nasdaq Composite are at all-time high. Yesterday also Nasdaq Composite hit a fresh historic highs. And why market is going up is that there is an expectation that US economy will do well and there will be a cut in corporate tax and new government which is going to take power next week. They will announce a lot of fiscal measures to boost economy. So based on the expectation, US market is doing very well. And macro data also very supportive. Whatever data we are getting, housing, new housing starts, auto sales from US, everything is supportive, which indicates that economy is recovering well in US. If we see the car sales, it is at an all-time high. In US, car sales is at all-time high. It is a Tata Motor foreign division. There is Jaguar and Land Rover. It sells car in US. Every month they used to show 30 to 40% growth in US sales. And if you see that in 2007, before the global economic crisis, US used to sell around 1.5 million cars per year. But after the global crisis came, the auto sales fell almost 1/3. From there, it has been every year gradually going up. Now it has hit a 17.6 million, 1.76 crore auto sales has been doing in US.
and the tick has been going up gradually, which indicates that US economy has been recovering. And big positive about our market on liquidity front is that domestic mutual fund is continuously getting good inflows. We have mentioned many times in the past that through SIPs and lump sum monies, mutual funds are getting very good inflows from domestic investors. And if you see in the month of December, again it's a very good inflow of almost 10,000 crore rupees. So for the last 3 months, it is over 9,000 crores, which is positive, because in the month of December, when FIs were continuously selling, it is the mutual funds which were giving good support to the market. That is why we haven't seen a huge fall in the panic in the market, because of good support given by the mutual fund. And events to watch, the union budget, which is on February 1st, and then Q3 results have started coming in. Yesterday, Infosys, and a day before yesterday, TCS came. Now Monday, Reliance will announce its results. Reliance stock is doing reasonably well, and Monday results we have to watch it very closely. And this time, most of the results are coming very early. So before January 30, many mid-cap companies will announce its results. The results we have to see it. Then for FII activity, we have to watch it very closely, because till December they have been continuously selling. Even if their selling stops, market will bounce back very sharply. And the US market, next week, Trump is taking power as the president of US, and we have to see how his policy announcement will be there.